എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ. അപ്പോൾ ഞാൻ എന്നും എഴുന്നേറ്റ് വരുമ്പോൾ മുടി ഇങ്ങനെയാണ് ഇരിക്കാറ്. മുടി നമ്മൾ മേളിൽ രാത്രി കെട്ടി വെച്ച് കഴിഞ്ഞാലും മോർണിംഗ് ആകുമ്പോഴേക്കും മുടി അഴിഞ്ഞ് താഴേക്ക് വരെ എത്തിക്കാണും. അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് മുടി ചീകി മുടിയിലെ ജട കംപ്ലീറ്റ് കളയും. അതുകൊണ്ട് തന്നെ നേരം വെളുക്കുമ്പോൾ ഇത്രയും മുടിയിൽ ജട ഉണ്ടാവില്ല. അത് മുടി നമ്മൾ കെട്ടിയേക്കണം താഴെ വന്ന് കിടന്നാൽ തന്നെയും മുടിയിൽ യാതൊരു വിധത്തിലുള്ള ജടയും ഉണ്ടാവാറില്ല. നമ്മൾ രാത്രി നന്നായിട്ട് ജട കളഞ്ഞ് വെക്കുന്നതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ചീപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം നമ്മൾ ചീകരുത്. നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് നമ്മുടെ കൈകൾ വെച്ചിട്ട് വിരൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മുടിയിൽ ജട കളയാനായിട്ട് ശ്രമിക്കുക. അതൊരു ശീലമാക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ചീപ്പ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം ഞാൻ ചിലവർ കണ്ടിട്ടുണ്ട് എപ്പോഴും അവർ എപ്പോഴൊക്കെ മുടി അഴിക്കും അവർ അപ്പോഴൊക്കെ ഇങ്ങനെ ചീപ്പ് ഉപയോഗിച്ചായിരിക്കും ചീകണേ. അങ്ങനെ ചീകരുത്. എപ്പോഴും ചീകി കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും കാലത്ത് ഇപ്പോൾ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് ചീപ്പ് ഉപയോഗിച്ച് മുടി നന്നായിട്ട് ചീകി വെക്കുക. അതിനുശേഷം മോർണിംഗ് നമ്മൾ ഇതുപോലെ വിരലുകൾ ഉപയോഗിച്ച് ഇതുപോലെ മുടിയിലെ ജട കളയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതാകുമ്പോൾ മുടി പൊട്ടിപ്പോകത്തുമില്ല. മുടിയിലെ ജട കംപ്ലീറ്റ് ആയിട്ട് അത് മാറി കിട്ടാനും നല്ലതാണ്. അപ്പോൾ ഇതൊരു ശീലമാക്കണം നമ്മൾ. എങ്കിൽ മാത്രം അപ്പോൾ നമ്മളിങ്ങനെ കൈ ഉപയോഗിച്ച് ഇതുപോലെ മുടിയിലെ ജട കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി യാതൊരു വിധത്തിലും മുടി ഊരി പോവില്ല. അതായത് മുടി കൊഴിഞ്ഞു പോവില്ല. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഹെയർ ക്രീം, ഞാനിപ്പോൾ ഇവിടെ ഹിമാലയയുടെ പ്രോട്ടീൻ ഹെയർ ക്രീമാണ് യൂസ് ചെയ്യണം. ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണോ ഉള്ളത് ആ ഒരു ഹെയർ ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്താൽ മതി. അതല്ല വീക്കിലി ആണ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതലെടുത്ത് ചെയ്യുക. അപ്പോൾ ഡെയിലി ചെയ്യുന്നവർ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഒരുപാട് എടുക്കണമെന്നില്ല. അത് നമ്മൾ മുടിയിലും നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ജസ്റ്റ് മുടിയിൽ മാത്രം ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഹെയർ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ട് കിടക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഏത് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് തന്നെ വേണമെന്നില്ല. ഇനിയിപ്പോൾ ഹെയർ ക്രീം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്താലും മതി. സാധാരണ കോക്കനട്ട് ഓയിലല്ല, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ക്രീം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പതിയെ ഒന്ന് മുടി ചീകി കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുടിയിലെ ജട കളയുക. എന്നിട്ട് മുടിയിലെ ജട കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ചീപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചീകിയാൽ മതി. അതും ഒരുപാട് നേരമൊന്നും ചീകരുത്. ജസ്റ്റ് ഒന്ന് ചീകി കൊടുത്താൽ ഒന്ന് ഒതുങ്ങി കിട്ടാൻ പാകത്തിന് നമ്മൾ മുടി ചീകി കൊടുത്താൽ മതി. അപ്പം ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങനെ മുടി ചീകാറില്ല. കൈകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കാലത്ത് ചെയ്യാറ്. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് മുടി കെട്ടി വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മുടി മേളിൽ ബൺ പോലെ കെട്ടി വെക്കരുത്. കാരണം മുടിക്ക് കുറച്ച് കാറ്റും ഇതൊക്കെ കൊള്ളണം. നമ്മൾ എപ്പോഴും മുടി ബണ്ണായിട്ട് ഇങ്ങനെ കെട്ടി വെക്കുക, അല്ലെങ്കിൽ മുടി എപ്പോഴും പിന്നിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് ബാഡ് സ്മെല്ല് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ എണ്ണയും ഈ വെളിച്ചെണ്ണ ഇതൊക്കെ ഇരുന്ന് മുടിക്ക് ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ മുടി കെട്ടി വെക്കാനായിട്ട് കുറച്ച് മുടി എടുത്തിട്ട് ഇതുപോലെ കെട്ടി വയ്ക്കുക. അങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ മുടിയിൽ ആവശ്യത്തിനുള്ള കാറ്റ് കയറുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ബാഡ് സ്മെല്ല് കംപ്ലീറ്റ് മാറാനും നല്ലതാണ്. അതിനുശേഷം ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ മാത്രം നമ്മൾ അല്ലാത്ത രീതിയിൽ കെട്ടി വെച്ചാൽ മതി. എപ്പോഴും ബണ്ണായിട്ട് മുടി കെട്ടി വെക്കരുത്. ഇടയ്ക്കൊക്കെ മുടി ഇതുപോലെ അഴിച്ചിട്ട് കൊടുക്കണം. അത് കാലത്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് മുടിക്കുണ്ടാകുന്ന ആ ബാഡ് സ്മെല്ലും ഇതൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.